നിറയെ യാത്രക്കാരെയും കൊണ്ട് നടുക്കടലിലൂടെ ഉല്ലാസയാത്ര പോവുകയായിരുന്നു ആഡംബര കപ്പൽ. പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമായി. കപ്പൽ അപകടത്തിൽപ്പെട്ടു. എല്ലാവരും ജീവൻ രക്ഷിക്കാനായി ലൈഫ് ബോട്ടുകളിലേക്ക് ഓടുന്നു. അക്കൂട്ടത്തിൽ വലിയൊരു പെട്ടി നിറയെ സ്വർണവുമായി കഷ്ടപ്പെട്ട് ഓടുന്ന ഒരാളെ കണ്ട് നാവികൻ തടഞ്ഞു നിർത്തി. ആ പെട്ടി ഉപേക്ഷിക്കൂ, ജീവൻ വേണേൽ ബോട്ടിൽ കയറൂ. അയാൾ പറഞ്ഞു, ഇല്ല, ഇത് എന്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഇത് കളഞ്ഞിട്ട് എനിക്ക് ജീവിതമില്ല. നാവികൻ പറഞ്ഞു, കടലിന്റെ ആഴങ്ങളിൽ നിങ്ങളുടെ സ്വർണപ്പെട്ടിക്ക് കല്ലിന്റെ വില പോലുമില്ല. അത് നിങ്ങളെ മുക്കിക്കൊല്ലുകയുള്ളൂ. അവസാനം അയാൾക്ക് തന്റെ ആജീവനാന്ത സമ്പാദ്യം എന്നേക്കുമായി ഉപേക്ഷിച്ച് വെറും കൈയോടെ ലൈഫ് ബോട്ടിൽ കയറേണ്ടി വന്നു. സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അടിസ്ഥാന ആവശ്യങ്ങളുടെ വില മറന്നുപോകുന്നു. ജീവിതം എന്ന കപ്പൽ മുങ്ങുന്ന നേരത്ത് നമ്മൾ അഹങ്കാരത്തോടെ കൊണ്ടു നടക്കുന്ന പലതും ഉപേക്ഷിക്കേണ്ടി വരും. അടിസ്ഥാന ആവശ്യങ്ങളാണ് അത്യന്താപേക്ഷിതവും അമൂല്യവും. ഒരിക്കലെങ്കിലും ശ്വാസതടസ്സം നേരിട്ടവരോട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ അവർ പറയും ജീവശ്വാസമാണെന്ന്. പട്ടിണി കിടന്നവൻ പറയും ഭക്ഷണമാണെന്ന്. വഴിയിൽ അന്തിയുറങ്ങുന്നവൻ പറയും വീടാണെന്ന്. അസുഖമുള്ളവൻ പറയും ആരോഗ്യമാണെന്ന്. നേടിയവയുടെ മേന്മ നിശ്ചയിക്കുന്നത് അവയുടെ അളവോ വലിപ്പമോ അല്ല, പ്രസക്തിയും പ്രയോജനക്ഷമതയുമാണ്. തന്റെ സമ്പാദ്യത്തിന്റെ എത്ര ശതമാനം ഒരാൾ ഉപയോഗിക്കുന്നുണ്ടാകും? തനിക്ക് ഉപകരിക്കുന്നവ മാത്രമേ കൈവശമാക്കാവൂ എന്ന പരിധി എല്ലാവരും നിശ്ചയിച്ചാൽ എത്ര ഉപയോഗക്ഷമമാകുമായിരുന്നു ഓരോ വസ്തുവും. ആവശ്യത്തിലധികം ഉള്ളവയെല്ലാം എവിടെയെങ്കിലും ഉപയോഗരഹിതമായി കിടക്കുകയേ ഉള്ളൂ. അവ ആവശ്യമുള്ളവരുടെ കൈകളിൽ എത്തിയാൽ എത്ര ആനന്ദകരമായിരുന്നു അവരുടെ അവസ്ഥ. കളിപ്പാട്ടങ്ങളുടെ ആധിക്യത്തിൽ ജീവിക്കുന്നവരുടെ പല കളിക്കോപ്പുകളും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നുണ്ടാവും. ഒരു പാവക്കുട്ടി പോലും ഇല്ലാത്തവരിലേക്ക് അവ എത്തിയാൽ അതു ചില ജീവിതം പോലും മാറ്റിമറിച്ചേക്കാം. ആഡംബരങ്ങൾക്ക് പിന്നാലെ പായുന്നവർക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്. അവർ അടിസ്ഥാന ആവശ്യങ്ങളുടെ വില മറക്കും. സമ്പത്ത് കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത അനേകം കാര്യങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കില്ല. സമൃദ്ധിയിലാണ് സന്തോഷവും സമാധാനവും എന്നത് തെറ്റിദ്ധാരണയാണെന്ന് തിരിച്ചറിയാൻ വൈകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്